ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിൻ്റെ കുറച്ച് സ്റ്റിച്ചുകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവസാനമായിട്ട് വരുന്നൊരു സ്റ്റിച്ചാണ് ഫിഷ് ബോൺ സ്റ്റിച്ച്. ഇത് സാധാരണയായിട്ട് ലീഫൊക്കെ ചെയ്യാനായിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ലീഫിൻ്റെ ഒരു ഡിസൈനൊക്കെ വരച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ശരിക്കും വരച്ചു വന്നപ്പോൾ ഒരു കണ്ണിൻ്റെ ഷേപ്പുണ്ട്. കറക്റ്റ് ലീഫിനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിൻ്റെ നടുവിൽ രണ്ട് ഭാഗത്തോട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നൂലൊന്ന് കെട്ടിയിട്ട് അടിഭാഗത്ത് നിന്നും ഒന്ന് കുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നടുഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ആണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതേപോലെ ഒന്ന് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തുടങ്ങിയ പോയിന്റിൽ നിന്ന് തന്നെ അടുത്ത മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തേക്കും ഇതുപോലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇപ്പം ചെയ്ത ആ സ്റ്റിച്ചിന് താഴെ ആ സൈഡിൽ നിന്ന് തന്നെ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു ക്രോസ് ആയിട്ട് പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ചെയ്തതിന് തൊട്ട് മേളിലായിട്ട് വേണം അടുത്ത സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ചെയ്ത സ്റ്റിച്ചിന് താഴെ ഭാഗത്ത് നിന്നും ആ പോയിന്റിൽ നിന്നും അടുത്ത ഒരു ക്രോസ് പോലെ അടുത്ത റൈറ്റ് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളൊരു ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ത്രെഡ് എടുത്തൊന്ന് കുത്തി കൊടുക്കണം. നല്ല ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റായി ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ലീഫിൻ്റെ ഇതുപോലെ ലീഫ് പോലെ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ തന്നെ ഒരു 2 ലീഫ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെയാണിത്. ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫിഷിൻ്റെയൊക്കെ ഷേപ്പ് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ദാ ഫിഷ് ബോൺ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്റ്റിച്ചസും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.